മറിയം ഡിസൈൻസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാനൊരു ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലൈനിങ്ങും നമ്മളെ ചുരിദാർ മെറ്റീരിയലും ഒപ്പം ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ്, പിന്നെ നമുക്കിപ്പോൾ ചുരിദാർ സെറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ലെങ്ത്ത് കിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാകും, ഇല്ല ചിലപ്പോൾ താഴെ ഭാഗത്ത് ഒരു ബോർഡർ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമുക്കത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ അതുപോലെ താഴെ ഭാഗത്തൊരു ബോർഡർ ഉണ്ട്, നെക്കിൻ്റെ ഭാഗത്ത് സെൻറ്ററിലൊരു ബോർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം, അത് കട്ട് ചെയ്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 38 ഇഞ്ചസ് ചെസ്റ്റ് അളവുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ താഴെ ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാക്കിൽ മാത്രം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് മടക്കി ഇടുമ്പോൾ അല്ലെങ്കിൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഇഞ്ച് താഴെ ഭാഗത്ത് കൂടുതൽ ബാക്കിന് ഇട്ടിട്ട് ഫ്രണ്ട് പീസ് 1 ഇഞ്ച് കയറ്റി വെച്ച് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം. ഫ്രണ്ടും ബാക്കും തമ്മിൽ ബാക്ക് മടക്കിയടിക്കാനുള്ള തയ്യൽ തുമ്പിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് അത് ലെവൽ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ താഴെ ബോർഡ് ഉണ്ടെങ്കിൽ ബാക്കിന് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് മടക്കാനുള്ളത് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് ആദ്യം മടക്കിയിടാം. ലൈനിങ് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസ് മടക്കിയിടുക. അപ്പോൾ അതിന് എത്ര വിട്ത്താണോ വേണ്ടത് അത്രയും വിട്ത്ത് കൊടുത്ത് അളന്നെടുത്തിട്ട് രണ്ടാക്കി മടക്കിയിടുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബോർഡ് താഴെ ഭാഗത്ത് പടി വരുന്നുണ്ട്, അതുപോലെ മുകൾ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തും ഒരു ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെൻറ്റർ വെച്ച് തന്നെ മടക്കിയിടാം കേട്ടോ. അപ്പോൾ ആ ബോർഡ് കറക്റ്റായിട്ട് എടുത്ത് ഇതുപോലെ സെൻറ്ററായിട്ട് മടക്കിയിടുക. അപ്പോൾ എന്തെങ്കിലും ബോർഡ് നെക്ക് ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പീസ് രണ്ടാക്കി മടക്കിയിടുക. മടക്കിയിടുന്ന സമയത്ത് നമുക്ക് താഴത്തെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത് അത്രയും അടയാളപ്പെടുത്തി എടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയ കുറവുണ്ട് എനിക്ക്, പക്ഷേ ഞാനത് വെട്ടുന്ന സമയത്ത് അത് കറക്റ്റാക്കി അഴിച്ചെടുത്തിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തുള്ള ബോർഡ് കറക്റ്റ് സെൻറ്ററിൽ വരാൻ പാകത്തിന് വെച്ച് കൊടുക്കാം. നമുക്ക് അഴിച്ചെടുക്കുന്ന ബോർഡാണെങ്കിൽ നമുക്കത് അഴിച്ചെടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കയറ്റിറക്കം വന്നുകൊണ്ട് ഞാനത് ലെവൽ ചെയ്തെടുത്തു. 4 പീസും അതായത് ഫ്രണ്ടും ബാക്കും 2 ലൈനിങ് പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. താഴെ 1 ഇഞ്ച് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതുപോലെ ലൈനിങ് 2 ഇഞ്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. താഴെ ഭാഗത്ത് ബാക്കിൽ നമുക്ക് മടക്കിയെടുക്കുന്നതിന് വേണ്ടി ലെങ്ത്ത് കൂട്ടിയിടുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ മാത്രം നമ്മൾ കറക്റ്റ് സെൻറ്റർ വെച്ച് മടക്കി ബാക്ക് അടിവട്ടം എത്രയാണോ വേണ്ടത് അത്രയും മാത്രം എടുത്ത് മടക്കി കേട്ടോ. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ മുകളിലുള്ള ആ പീസ് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. അപ്പം എനിക്കിവിടെ 45 ഇറക്കം വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ താഴെ നിന്നാണ് ഞാൻ അളവെടുത്തേക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള എക്സ്ട്രാ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനവിടെ എനിക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് കിട്ടാതെ വരുന്ന ചുരിദാർ സെറ്റ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പം ഞാനിവിടെ നല്ല പീസിൻ്റെ ഫ്രണ്ട് പീസിൽ ഒരു കയറ്റിറക്കമുണ്ട്, അത് ഞാൻ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി എടുക്കണം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇവിടെ നിന്ന് തൊട്ട് വേണം. അപ്പോൾ അവിടെയാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി എടുക്കുന്നത്. നമുക്ക് എത്രയാണ് അളവ് ഷോൾഡർ എടുക്കുന്നത്, അപ്പോൾ നെക്ക് ഇറക്കി വെട്ടുന്നതിന് നെക്കിൻ്റെ അകലം അനുസരിച്ച് ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ഷോൾഡർ ഞാനിവിടെ 6.5 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ, ഇവിടെ 38 ആണ് ചെസ്റ്റ് അളവ്. ആ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4/1 കാണണം. 38ൻ്റെ 4/1 നമുക്ക് ഇങ്ങനെ മടക്കി കണക്കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 4/1 കണക്കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി വെറുതെ ഇങ്ങനെ മടക്കുന്നുള്ളൂ. അപ്പം ചെസ്റ്റ് അളവ് എത്രയാണ് വേണ്ടത് അതിൻ്റെ 4/1 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് നമുക്ക് ബോഡിക്ക് ലൂസ് വേണം. അപ്പോൾ 9.5 അടയാളപ്പെടുത്തി കഴിഞ്ഞ് 1 ഇഞ്ച് ബോഡി ലൂസ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വരുമ്പം
9.5യുടെ കൂടെ 2 കൂട്ടുമ്പം 11.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ലൈൻസ് തമ്മിലൊന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ 9.5 നമുക്ക് ബോഡി മെഷർമെൻറ്റിൻ്റെ 4/1, അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് എക്സ്ട്രാ, 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും എക്സ്ട്രാ കൊടുത്ത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആം ഹോൾ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പം കോർണർ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ആ മിഡ് പോയിന്റ് കണ്ടതിൽ നിന്ന് നമുക്ക് ആ കോർണറിൽ നിന്ന് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ കൂടി വരച്ചെടുക്കാം. നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ കണ്ടുപിടിച്ചത് 9.5 ആണല്ലോ, ചെസ്റ്റ് അളവിൻ്റെ 4/1 9.5 ആണല്ലോ കണ്ടുപിടിച്ചത്. ആ 9.5 എന്നുള്ള പോയിന്റിലേക്ക് വേണം വരച്ചെടുക്കാൻ. ആ പോയിന്റിൽ നിന്ന് ഇവിടെ കോർണറിൽ 1.25 അടയാളപ്പെടുത്തി, അതുപോലെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി അത് തമ്മിൽ ജോയിൻ ചെയ്ത് വളച്ച് വരച്ചെടുക്കുക. ആ ചെസ്റ്റ് അളവിൻ്റെ 9.5 എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് ബാക്കി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആം ഹോള് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഒരു പീസ് എഴുപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ബോഡി ലെങ്ത്ത് ഷേപ്പ് എത്രയാണോ അതിൻ്റെ കൂടുതൽ 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് എടുക്കുക. ഇവിടെ 14.5 ഇഞ്ചാണ് ബോഡിയുടെ ഷേപ്പ് വരുന്നത്. അതിൻ്റെ കൂടുതൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണം. അങ്ങനെ 15 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ 11.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ വേണ്ടുന്ന അത്രയും ലൂസ് ഷേപ്പിൻ്റെ അവിടെ വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെസ്റ്റ് ഷേപ്പിൻ്റെ അവിടെ വണ്ണം ഉണ്ട്, 35 ഇഞ്ച് വണ്ണം ഉണ്ടെങ്കിലും അത്രയും നമുക്ക് ലൂസ് കൊടുക്കണ്ട. നമുക്ക് ഹിപ്പിൻ്റെ അവിടെയും അതുപോലെ ഷേപ്പിൻ്റെ അവിടെയൊക്കെ 1 ഇഞ്ച് ലൂസ് കൊടുക്കണ്ട, 1/2 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ 1 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കർവ് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ ഹിപ്പിന് അവിടെ എത്രയാണോ വണ്ണം ഉള്ളത് അത് നമുക്ക് ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ 4/1 കണ്ടം മാർക്ക് ചെയ്യുക. 42 ഇവിടെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം. അപ്പോൾ അതിൻ്റെ 4/1 ഞാൻ 10.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ ലൂസ് നമ്മൾ ബോഡിയുടെ എടുത്ത പോലെ 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് മതി. ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം സ്ലിറ്റ് മടക്കി അടിക്കുന്നതിന് വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഹിപ്പിന് അവിടെ ടോട്ടൽ നമുക്ക് എത്രയാണോ വണ്ണം ഉള്ളത് അതിൻ്റെ 4/1 മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൂസിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പിന് അവിടെ വരച്ച പോയിന്റും ആ പോയിന്റും തമ്മിൽ മാർക്ക് ചെയ്ത് എടുക്കുക. സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് ആ അളവ് നമുക്ക് ആളിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്കവാറും ഹിപ്പിൻ്റെ അവിടെ തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ തന്നെയാണ് എല്ലാവരും തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴെ വട്ടം നമ്മൾ ഹിപ്പിന് അവിടെ കൊടുത്ത അതേ വട്ടം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് സ്ലിറ്റ് മടക്കിയടിക്കാനുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ സ്ട്രെയിറ്റ് കട്ടായിട്ടിരിക്കും. ഇനി അഥവാ നമുക്ക് വിട്ട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിവട്ടം ഹിപ്പിന് അവിടെ എടുത്തതിനേക്കാളും 2 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള വിട്ട് കിട്ടും. അപ്പോൾ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. എന്നും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഞാൻ എടുത്തിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു എന്നതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടിയിലെ ബോർഡ് ഒന്ന് അഴിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബോർഡ് ഒരു സൈഡിൽ നമുക്ക് തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാവുന്ന ബോർഡായതുകൊണ്ട് അഴിച്ചെടുത്തിട്ട് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഒരു സൈഡിലേക്ക് ബോർഡ് കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്തും സ്ലിറ്റ് ഇടേണ്ട ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അവിടെ നമ്മൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്താണ് ചെയ്യുന്നത്. പിന്നെ സ്ലിറ്റ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് കണ്ടോ
കുറച്ച് ഭാഗത്ത് നമുക്ക് തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഉള്ള ബോഡി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് സാധാ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇടങ്ങേറുള്ള ചുരിദാർ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടിയെടുക്കൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വെട്ടുന്നതിന് മുമ്പ് അവിടെ ഒരു പീസ് എഴുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് ഒപ്പം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ വേണ്ടുന്ന മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം. ആ 3.5 ഇഞ്ചാണ് അവിടെ കുറവുള്ളത്. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് എടുക്കണം. 1/2 ഇഞ്ച് എക്സ്ട്രാ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് അളവിൽ ഒരു തുണി എടുക്കാം. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ആം ഹോൾ കർവ് ചെയ്തേക്കണം. ആ ഭാഗത്ത് 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തത്. പക്ഷേ 6.5 ഇഞ്ച് നമുക്ക് എടുത്താൽ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമുക്ക് 7 ഇഞ്ച് ഉള്ളത് കൊണ്ട് അത് തികയത്തില്ല. അപ്പോൾ നമുക്ക് താഴെയുള്ള ആ വിഡ്ത്ത് തന്നെ എടുത്ത് കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാനിവിടെ 2.25 ഇഞ്ചാണ് അകലം എടുക്കുന്നത്. നമ്മുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണത്. അവർക്ക് നല്ല വൈഡായിട്ടുള്ള നെക്ക് വേണം. അതുകൊണ്ട് 2.25, നോർമൽ കേസിൽ 2.5 മതി കേട്ടോ. അപ്പോൾ 2.25 വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തി കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആം ഹോള് മിഡ് പോയിന്റ് കണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ആ കർവ് ചെയ്ത ഭാഗത്ത് 1.25 നമ്മൾ പോയിന്റ് ചെയ്തല്ലോ, അവിടെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് വളച്ച് വെട്ടിയെടുക്കണം കേട്ടോ. ആം ഹോൾ നമുക്ക് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ബാക്ക് നെക്ക് 4 ഇഞ്ച് ഇറക്കുന്നുണ്ട്. സെയിം വിഡ്ത്ത് 2.25 അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോള് നമുക്ക് ബോഡിയുടെ വണ്ണം അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കർവ് ചെയ്തെടുക്കാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആം ഹോള് ചുളിവില്ലാതെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. പിന്നെ ബാക്കി വന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ള മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലെങ്ത്ത് ഇല്ലാത്ത ചുരിദാർ സെറ്റിന് എങ്ങനെ ലെങ്ത്ത് കൂട്ടാമെന്നുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് 4 ഇഞ്ച് വിഡ്ത്ത് 4 ഇഞ്ചും ലെങ്ത്ത് 7 ഇഞ്ചുമായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുത്ത് എഴുപ്പിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എത്രയാണ് വേണ്ടത് അത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. അപ്പോൾ കൈയുടെ സെൻറ്റർ ഭാഗത്ത് ഇഴപ്പില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ നമുക്ക് കൈക്ക് ഇച്ചിരി വണ്ണം കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു പീസ് തേരല്ലാതെ വരുന്ന ഒരു പീസ് നമുക്ക് എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആം ഹോളിൻ്റെ 4 ഇഞ്ചാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന തുണിയുടെ അളവിൻ്റെ വിഡ്ത്ത് കൂട്ടണം. നോർമൽ കേസിലാണെങ്കിൽ 6.5 മതി. ഇവിടെ ഞാൻ 8.5 മതി. ഇവിടെ 8.5ക്ക് പകരം ഞാൻ 9 എടുത്തിട്ടുണ്ട്. വണ്ണം കൂടുതലുള്ളതുകൊണ്ട്. അതുപോലെ 4 ഇഞ്ചാണ് ഷേപ്പ് ചെയ്ത് വരച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ആം ഹോളും കർവ് ചെയ്ത് എടുക്കുക. ഇനി അടിവട്ടം എത്രയാണോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് അതും കട്ട് ചെയ്ത് എടുക്കുക. സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ തികയാത്തൊരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും നമുക്കൊരു തേര് വരുന്ന കരഭാഗം വരുന്ന പീസ് എടുത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒപ്പം വെട്ടിയെടുക്കാം കേട്ടോ. ഇനി അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ആണ് വെട്ടിയെടുക്കേണ്ടത്. ലൈനിങ്ങും നമുക്ക് എക്സ്ട്രാ 1/2 മീറ്റർ വേണ്ടി വരും സ്ലീവിന്. അല്ല ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് വരുന്ന പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തികയാതെ വരും. അപ്പോൾ അതും നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. ലൈനിങ്ങിൻ്റെ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പീസ് വെച്ച് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ലൈനിങ് ചുരിദാർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മെറ്റീരിയൽ നമുക്ക് കിട്ടുമ്പോൾ വളരെ പാടാണ് കേട്ടോ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്കിന് ഇതുപോലെ ഹെമ്മിങ് ചെയ്യാനുള്ള പീസ് നെക്കിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. ക്യാൻവാസ് വെച്ച് വെട്ടുകയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഷേപ്പാണെങ്കിൽ മാത്രമേ ക്യാൻവാസ് വെച്ച് വെട്ടാറുള്ളൂ. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ മോഡലുകളും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.